മധ്യകേരളത്തിൽ മഴക്കെടുതി രൂക്ഷം. എറണാകുളം ജില്ലയിൽ ഇതുവരെ 336 വീടുകൾക്ക് നാശമുണ്ടായെന്നാണ് കണക്ക്. തൃശൂർ വാടാനപ്പള്ളിയിൽ കടലാക്രമണം രൂക്ഷമായതോടെ നിരവധി വീടുകളിൽ വെള്ളം കയറി. ജലനിരപ്പ് ഉയർന്നതോടെ ഇടുക്കി ഡാമിൽ ബ്ലൂ അലേർട്ട് പ്രഖ്യാപിച്ചു. നദികളിൽ ജലനിരപ്പ് ഉയർന്നതോടെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 2 ദിവസത്തിനിടെ എറണാകുളത്ത് മാത്രം മരം വീണും മണ്ണിടിഞ്ഞും തകർന്നത് 19 വീടുകളാണ്. തൃശൂർ കുന്നംകുളത്ത് കാലപ്പഴക്കം ചെന്ന കെട്ടിടം തകർന്നു വീണു. പുലർച്ചെയായതിനാൽ അപകടമൊഴിവായി. ഇടുക്കി ഉടുമ്പൻചോലയിൽ ശക്തമായ കാറ്റിൽ തോട്ടം തൊഴിലാളികൾ താമസിച്ചിരുന്ന 2 വീടുകളും തകർന്നു. കോട്ടയത്ത് കനത്ത മഴയിൽ വീടിടിഞ്ഞു വീണു. കുറിച്ചി സ്വദേശി ശോഭയുടെ വീടാണ് നശിച്ചത്. വീട്ടുകാർ രക്ഷപ്പെട്ടു. കുന്നിടിഞ്ഞു വീണ എറണാകുളം തേവയ്ക്കൽ സ്വദേശി ലൈജുവിൻ്റെ വീടും തകർന്നു. തലനാരിഴയ്ക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത്. ഒരു ഒറ്റം കേട്ട് ആദ്യം മണ്ണിൽ നിന്ന് മനസ്സിലാക്കാം എന്താണെന്ന് നോക്കാമെന്ന് പറയാം. അവിടെ 4 സ്റ്റെപ്പ് അവിടെ ഇറങ്ങിലും അതാണ് ഒറ്റയടിയായി വീണു. മൂന്നാറിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായതോടെ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. തൊടുപുഴ, മൂവാറ്റുപുഴ, പെരിയാർ, മണിമലയാർ നദികളിൽ ജലനിരപ്പ് ഉയർന്ന നിലയിലാണ്. തിരുവല്ല, അമ്പലപ്പുഴ സംസ്ഥാന പാതയിലും നെടുമ്പറത്ത് 25ഓളം വീടുകളിലും വെള്ളം കയറി. കൊച്ചിയിൽ എടവനക്കാട് ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളിലും തൃശൂർ വാടാനപ്പള്ളിയിലും കടലാക്രമണവും രൂക്ഷമാണ്. നേരിയ ശമനമുണ്ടെങ്കിലും ഇടപെട്ട് പെയ്യുന്ന മഴ മധ്യകേരളത്തിലെ ആശങ്ക ഇരട്ടിയാക്കുന്നുണ്ട്. മതിയായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അധികൃതരുടെ വിശദീകരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൊച്ചിയിൽ നിന്ന് സിജോ വർഗീസ്, മീഡിയ 1.